അയർലൻഡിൽ മലയാളി യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരു മാസം മുൻപ് അയർലൻഡിലെ ഡിപെൻഡൻസ് വിസയിൽ എത്തിയ സാൻജോ സുനിലിനെയാണ് 31 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഡബ്ലിൻ ഫിൻഗ്ലാസിലെ ചാൾസ് ടൗണിൽ ഭാര്യയ്ക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. നേഴ്സായി ജോലി ചെയ്യുന്ന ലിഷ്മ ഫിലിപ്പ് ആണ് ഭാര്യ. കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം. നേരത്തെ ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന സാൻജോ അവിടെ നിന്നാണ് അയർലൻഡിൽ എത്തിയത്. ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഭാര്യ ലിഷ്മ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തതാണ് സൂചന. ആത്മഹത്യ ചെയ്തുവെന്ന് അറിയുന്ന ദിവസവും രാവിലെയും മകനുമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചതെന്ന് പിതാവ് TG സുനിൽ മനോരമ ഓൺലൈനിനോട് പറഞ്ഞു. ഇവർ 3 ആൺമക്കളിൽ മൂത്ത മകനാണ് സാൻജോ സാഞ്ചിത്. ഇസ്രായേൽ സാൻവിൻ സ്കൂൾ വിദ്യാർത്ഥി എന്നിവരാണ് മറ്റു മക്കൾ. അയർലൻഡിൽ നിന്നും വെള്ളിയാഴ്ച സാൻജോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമെന്നും തുടർന്ന് 7 ദിവസത്തിനുള്ളിൽ മൃതദേഹം നാട്ടിൽ എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് TG സുനിൽ പറഞ്ഞു. ഡബ്ലിൻ ഫിൻഗ്ലാസിലെ പ്രാദേശിക മലയാളി സമൂഹവും സഹപ്രവർത്തകരും മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനുള്ള ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ പൂർത്തിയായാലുടൻ മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്നുമാണ് പ്രാദേശിക മലയാളി സമൂഹം പങ്കുവയ്ക്കുന്നത്. സാൻജോ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ചെയ്ത ആത്മഹത്യയ്ക്ക് കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സംഭവം ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടിൽ സാൻജോയുടെയും ലക്ഷ്മിയുടെയും മാതാപിതാക്കൾ. ഇരുവരും ഇപ്പോൾ നാട്ടിൽ സാൻജോയുടെ വീട്ടിലാണുള്ളത്. ക്രിക്കറ്റിലും പ്രാദേശിക മലയാളി സമൂഹത്തിലുമെല്ലാം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സജീവമായിരുന്ന സാൻജോയുടെ അപ്രതീക്ഷിത വേർപാടിൻ്റെ ദുഃഖത്തിലാണ് സഹപ്രവർത്തകരും പ്രാദേശിക മലയാളി സമൂഹവും. തുടർ നടപടി ക്രമങ്ങൾക്ക് ശേഷം സംസ്കാരം പിന്നീട് നടക്കും. കർണാടകയിലെ മംഗലാപുരത്തുള്ള മലയാളി കുടുംബത്തിലെ അംഗങ്ങളാണ് ഇരുവരും. കുടുംബത്തിന് പിന്തുണയുമായി മലയാളി സമൂഹം ഒപ്പമുണ്ട്.